തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യാൻ കഴിയാത്തതാണ് യുഡിഎഫിന്റെയും ബിജെപിയുടെയും പ്രതിസന്ധിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ഇരട്ട തുരങ്കപാതയുണ്ടാക്കുന്ന സന്ദർഭത്തിലും വിഴിഞ്ഞത്തെ പോർട്ട് കൊണ്ടുവരുമ്പോഴും യുഡിഎഫ് പറഞ്ഞത് ഞങ്ങളില്ല എന്നാണ്. ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത ലോകത്തെ ആദ്യ രാഷ്ട്രീയ പാർട്ടിയായിരിക്കും യുഡിഎഫും അതിന്റെ ഭാഗമായ കോൺഗ്രസും എന്നും അദ്ദേഹം വിമർശിച്ചു. ഇടുക്കി മറയൂർ ടൗണിൽ കാട്ടുപോത്തിന്റെ പരാക്രമം. 2 പേർക്ക് പരിക്കേറ്റു. പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിയ കാട്ടുപോത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുറിയിൽ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുപോത്തിനെ പുറത്തിറക്കിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മറയൂർ ടൗണിൽ സംസ്ഥാന പാത ഉപരോധിച്ചു. അപ്രതീക്ഷിതമായിട്ടായിരുന്നു കാട്ടുപോത്ത് മറയൂർ ടൗണിലേക്ക് എത്തിയത്. തുടർന്ന് കാട്ടുപോത്ത് പഞ്ചായത്ത് ഓഫീസിനുള്ളിലേക്ക് ഓടിക്കയറി. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ക്യാബിനുള്ളിൽ അകപ്പെട്ട കാട്ടുപോത്ത് ഓഫീസിനുള്ളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ഓഫീസിനുള്ളിൽ നിലയുറപ്പിച്ച കാട്ടുപോത്തിനെ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നിന്നും പുറത്തിറക്കി. ടൗണിലെ ഒരു ഹോട്ടലിനുള്ളിലേക്ക് കാട്ടുപോത്ത് പാഞ്ഞു കയറി. ഹോട്ടലിനുള്ളിലും കാട്ടുപോത്ത് നാശം വരുത്തി. പിന്നീട് ഏറെ പണിപ്പെട്ട് കാട്ടുപോത്തിനെ ഹോട്ടലിനുള്ളിൽ നിന്നും തുരത്തി. പിന്നീട് കാട്ടുപോത്ത് ടൗണിൽ നിന്നും പിൻവാങ്ങി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മറയൂരിൽ 2 പേർക്ക് പരിക്കേറ്റു. കുമുട്ടാങ്കുഴി ആദിവാസി ഉന്നതിയിലെ 2 സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിലും ഹോട്ടലിലും കയറിയ അതേ കാട്ടുപോത്താണ് പരിക്കേറ്റവരെ ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് മറയൂർ ടൗണിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു. വേനൽ കനത്തതോടെ മറയൂർ മേഖലയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചുവരുന്ന സ്ഥിതിയുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ആനപ്പാപ്പാന് 33 വർഷം തടവും 85,000 രൂപ പിഴയും ശിക്ഷ. തൃശൂർ അക്കിക്കാവ് സ്വദേശി നിഷാദിനെയാണ് കോടതി ശിക്ഷിച്ചത്. കുന്നംകുളം പോക്സോ കോടതിയുടേതാണ് ഉത്തരവ്. 2025 ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.